ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എജുപോട്ട്. കറൻ്റ്ലി ഏറ്റവും അടിപൊളിയായ മക്കളാരറിയോ? ഞാൻ പറയും അത് NMMSന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത മക്കളാണെന്നുള്ളത്. എക്സാമിന് നല്ല മാർക്ക് കിട്ടിയവരെന്നോ അല്ലെങ്കിൽ നന്നായി പെർഫോം ചെയ്തവരെന്നോ അല്ല പറഞ്ഞത്, എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത കുട്ടികൾ. എന്താ അങ്ങനെ പറയാനുള്ള റീസൺ? ഈ NMMS പോലുള്ള എക്സാമിന് നമുക്കറിയാം UP സ്കൂളിൽ പഠിച്ച മുഴുവൻ കാര്യങ്ങളും 8ാം ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളും എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു സിലബസ് ആണ് NMMSൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ സീരിയസ് ആയി പ്രിപ്പയർ ചെയ്തൊരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ UP സ്കൂളിൽ പഠിച്ച കാര്യങ്ങളും ചെറിയ സ്കൂളിലെ കാര്യങ്ങളും 8ാം ക്ലാസ്സിലെ മുഴുവൻ കോൺസെപ്റ്റുകളൊക്കെ ഇപ്പം തന്നെ വളരെ ഡീപ്പായി പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. വിച്ച് മീൻസ് അക്കാദമിക്കലി നല്ല ഒരു ലെവലിലായിരിക്കും കറൻ്റ്ലി NMS എഴുതിയ കുട്ടികൾ ഉണ്ടാവുക. ഇത് അവിടുന്ന് അങ്ങോട്ടേക്ക് തുടർന്ന് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ ഏത് പരീക്ഷയും ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് അവർക്ക് വളരാൻ പറ്റും. പക്ഷെ എന്താ സംഭവിക്കാറിയോ? ഈ അക്കാദമിക് പീക്കിൽ നിൽക്കുന്ന മിക്ക കുട്ടികളും 9ാം ക്ലാസ്സിലെത്തുമ്പോൾ ഭയങ്കരമായൊരു ഡൗൺഫാളാണ് നമുക്ക് കാണാൻ പറ്റുക. എന്തുകൊണ്ടാണ് ഈ ഡൗൺഫാൾ ഉണ്ടാവുന്ന അറിയോ? 9ാം ക്ലാസ്സിൽ ഇനിയിപ്പോൾ ഒന്നും നേടാനല്ലോ, 10ാം ക്ലാസ്സിൽ എത്തുന്ന സമയത്ത് ഇനി SSLCക്ക് നോക്കാമെന്ന് വിചാരിച്ച് പല ആളുകളും ഉഴപ്പി തുടങ്ങും. അതാണ് പല കുട്ടികളും നന്നായി പഠിക്കുന്ന USS എഴുതിയ NMMS എഴുതിയ നന്നായി പഠിക്കുന്ന കുട്ടികളും പിന്നീട് അങ്ങോട്ടേക്ക് അക്കാദമിക്കലി പെർഫോം ചെയ്യാൻ പറ്റാതായി പോകുന്നതിൻ്റെ മേജർ റീസൺ അതാ. സോ എങ്ങനെ ഈ ഒരു ഗ്യാപ്പിനെ ഇല്ലാണ്ടാക്കിയിട്ട് USSലൂടെയും NMMSലൂടെ ഒക്കെ നിങ്ങൾ നേടിയിട്ടുള്ള ഈ ഒരു ഗ്യാപ്പിനെ ഓവർകം ചെയ്തുകൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഭാവിയിലേക്ക് മുന്നേറാൻ പറ്റും, അതിന് വേണ്ടിയിട്ടാണ് എജുപോട്ട് നിങ്ങൾക്ക് യങ് ജീനിയസ് ബാച്ച് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ബാച്ച് എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. അഥവാ നിങ്ങൾ എത്തി നിൽക്കുന്ന ആ പീക്കിനെ ഒട്ടും താഴേക്ക് കൊണ്ടുവരാതെ അതിൻ്റെ ഏറ്റവും ഹയർ ലെവലിൽ കൊണ്ടുപോയി ഭാവിയിൽ നിങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ എയിംസുകളിലോ IITകളിലോ NITകളിലോ IIMകളിലോ ഒക്കെ എത്തിക്കുന്ന രീതിയിൽ ഇപ്പോഴേ നിങ്ങളെ ബിൽഡ് ചെയ്തെടുക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാം എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 2 NMMS മോഡൽ എക്സാമുകൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൺലൈനായിട്ട് നടത്തിയ മോഡൽ എക്സാമും അതുപോലെ തന്നെ അക്ഷരമുറ്റത്തോടൊപ്പം ചേർന്ന് നടത്തിയ എക്സാമും. ഈ ഒരു ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് ഇപ്പോൾ നമ്മൾ റൺ ചെയ്യുന്ന ഫൗണ്ടേഷൻ ബാച്ചിലേക്ക് സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഈ എക്സാം എഴുതിയ കുട്ടികൾക്ക് അഡ്മിഷൻ നേടാം. നിങ്ങളുടെ റാങ്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് തന്നെ കൃത്യമായിട്ട് അറിയുമായിരിക്കും. സോ ആദ്യത്തെ 20 റാങ്കുകളിൽ 1 മുതൽ 20 വരെയുള്ള റാങ്കുകളിലാണ് നിങ്ങളുള്ളതെങ്കിൽ ഈ 1 മുതൽ 20 വരെയുള്ള റാങ്കുകളിലെ കുട്ടികൾക്ക് മുഴുവൻ ഫ്രീ ആണ്, ഫുൾ ഫ്രീ ആണ്. ടോട്ടൽ ഫീ വരുന്നത് 1 രൂപയാണ്. അപ്പോൾ ഫുൾ ഫ്രീ ആണ്. 1 രൂപ എന്താ, അത് രജിസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയുള്ള ഫീ ആണ്. അല്ല, നിങ്ങൾക്ക് ഈ എക്സാമുകളിൽ 21 മുതൽ 50 വരെയുള്ള റാങ്ക് നേടിയിട്ടുണ്ടോ, 100% കോഴ്സ് ഫീയും മെറ്റീരിയൽ ഫീയും നിങ്ങൾക്ക് എന്താണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അഥവാ നിങ്ങൾ ടോട്ടൽ രജിസ്ട്രേഷൻ ഫീ ആയിട്ട് 1000 റുപ്പീസ് മാത്രം അടിച്ചാൽ മതിയാവും. അല്ല, നിങ്ങളുടെ റാങ്ക് 51നും 100നും ഇടയിലാണെങ്കിൽ കോഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. നിങ്ങൾ മെറ്റീരിയലിൻ്റെ ഫീസ് മാത്രം അടച്ചാൽ മതിയാകും. അവിടുന്ന് അങ്ങോട്ടേക്ക് 101 മുതൽ 200 വരെ റാങ്ക് നേടിയ ആളുകൾക്ക് 75% കോഴ്സ് ഫീ ഡിസ്കൗണ്ട് ഉണ്ടാകും. അതുപോലെ തന്നെ ഓരോ റാങ്കുകളിലും നേടിയ ആളുകൾക്കുള്ള ഈ പറഞ്ഞ കോഴ്സിൻ്റെ സ്കോളർഷിപ്പ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ കാണാം. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ റാങ്കുകൾ ഓൾറെഡി അറിയുമായിരിക്കും. ഈ റാങ്കുകളിലുള്ള കുട്ടികളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അവസരം ഒരു കാരണവശാലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമാണ് എജുപോട്ട് നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്യുന്നത്. അതിൽ സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരമാണ് നിങ്ങൾക്ക് കൈവന്നിരിക്കുന്നത്. ഈ ഒരു അവസരത്തെ ഒരു കാരണവശാലും തട്ടിക്കളഞ്ഞിട്ട് നിങ്ങളുടെ ഭാവി എന്ത് ചെയ്യരുത്, ഇല്ലാണ്ടാക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കൂട്ടം കുട്ടികളിൽ എജുപോട്ടിൻ്റെ മക്കൾ ഉൾപ്പെടാൻ പാടില്ല. അപ്പോൾ ഈ സ്കോളർഷിപ്പ് അവസരം പരമാവധി ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആളുകളും എന്ത് ചെയ്യണം, നമ്മളുടെ എജുപോട്ടിൻ്റെ ഈ ഫൗണ്ടേഷൻ പ്രോഗ്രാമിലേക്ക് വരണം. അപ്പോൾ എക്സാം എഴുതിയ ആളുകൾക്ക് മാത്രമേ വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഈ റാങ്കിന് തൊട്ട് താഴെയുള്ള ആളുകൾക്കോ അവർക്കും ഈ പറഞ്ഞ പ്രോഗ്രാമുകളിലേക്ക് ജോയിൻ ചെയ്യാം. അവർക്കുള്ള ഫീ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത വർഷങ്ങളിൽ ക്ലാസ് 9, 10 ആയിരിക്കും. സോ ഏർലി ബേർഡ് ഓഫറായിട്ട് ആക്ച്വലി 17,999 ആണ് കോഴ്സ് ഫീ വരുന്നത്. സോ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്ക് 15,999 എന്ന് പറയുന്ന പ്രൈസിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കോഴ്സിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ എക്സാം എഴുതിയവരാവട്ടെ എഴുതാത്തവരാവട്ടെ നിങ്ങളുടെ ഫ്യൂച്ചർ സെറ്റ് ആക്കണം, ഭാവിയിൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കണം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ ലെവലിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. ജസ്റ്റ് കയറി രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. ബാക്കി നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സോ വന്ന കുട്ടികൾക്കും ഓൾറെഡി ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ജോയിൻ ചെയ്ത കുട്ടികൾക്കും വരാനിരിക്കുന്ന കുട്ടികളോടും ഒറ്റ കാര്യം, വെൽക്കം ടു എജുപോട്ട് ഫൗണ്ടേഷൻ ബാച്ച്.